ഇന്നൊരു പിന്നാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് സാരി പിന്നായിട്ടും ഹിജാബ് പിന്നായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ മെറ്റീരിയലാണ്. ഇത് ചുരിദാറിൻ്റെയും നൈറ്റിയുടെയൊക്കെ നെക്കിൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു മെറ്റീരിയലില്ലേ, അതാട്ടോ. അപ്പോൾ ഇത് കട്ടി കുറഞ്ഞതുണ്ട്, അത് എടുക്കരുത്. അതിനേക്കാളും നല്ലത് നമുക്ക് കുറച്ച് കട്ടി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വൈറ്റ് കളറിലുണ്ട്, ഈ ഒരു കളറിലും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഇതുപോലത്തെ ഒരു ഹാർട്ട് ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ കളർ ഈ ഒരു ഷുഗർ ബീഡ്സ് അതിൽ തുന്നി പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പിന്ന് വേണം അതിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. ബീഡ്സ് പല രീതിയിൽ നമുക്ക് തുന്നാനായിട്ട് പറ്റും. അപ്പോൾ അത് തുന്നുന്ന ചില രീതികളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇങ്ങനെ മുഴുവനായിട്ട് തുന്നിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ താഴെ ആ സ്റ്റിച്ചൊക്കെ കാണാതിരിക്കാനായിട്ട് അതേ സെയിം മെറ്റീരിയൽ തന്നെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിന്നിൻ്റെ മേൽഭാഗം റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ആ പിന്നൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഈ പിന്നൊന്ന് അതിൽ പ്രസ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിക്കോളും. അപ്പോൾ പിന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പല ഷേപ്പിലും നമുക്ക് പിന്നുകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.